ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. സ്ത്രീകളിലും പുരുഷന്മാരിലും ഇന്ന് വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു പ്രശ്നമാണ് കണ്ണിന് താഴെ വരുന്ന തടിപ്പുകൾ. രാവിലെ നമ്മൾ ഫ്രഷ് ആയിട്ടാണ് ജോലിക്ക് പോകുന്നതെങ്കിൽ പോലും നമ്മുടെ മുഖം നോക്കിയിട്ട് ഭയങ്കര ക്ഷീണമാണല്ലോ, ഇന്നലെ ഉറങ്ങിയില്ലേ, അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും രോഗമുണ്ടോ എന്ന് സംശയം തോന്നുന്നതിൻ്റെ കാരണവും കണ്ണുകൾക്ക് ഈ വരുന്ന തടിപ്പും അതുപോലെ കണ്ണുകൾക്ക് ചുറ്റുമുള്ള ഒരു കറുപ്പ് നിറവുമാണ്. എന്തുകൊണ്ടാണ് കണ്ണുകൾക്ക് ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടാകുന്നതെന്നും ഇത് മാറ്റാനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്നും വിശദീകരിക്കാം. നമ്മുടെ കണ്ണുകൾക്ക് ചുറ്റും നമ്മുടെ ഈ മസിൽ ലെയേഴ്സ് ഉണ്ട്, ഇതിന് ചുറ്റുമുള്ള മസിൽ ലെയേഴ്സ് ഉണ്ട്. അതിനോടൊപ്പം തന്നെ ഇതിനകത്ത് ഫാറ്റുമുണ്ട്. കണ്ണിനകത്ത് പ്രത്യേകിച്ച് നമ്മുടെ പ്രായം കൂടുതൽ ചെല്ലുന്നതിനനുസരിച്ച് നമ്മുടെ കണ്ണിലെ മുകൾ ഭാഗത്തുള്ള മസിലുകൾക്ക് ചെറിയ ശോഷിപ്പ് വരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ട് എന്ത് സംഭവിക്കും? ഈ മസിലുകൾ കുറച്ച് ഒന്ന് ക്ഷീണിക്കുകയും ഈ ഭാഗത്ത് അടിഞ്ഞിട്ടുള്ള, അതായത് ഈ ഭാഗത്ത് നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്യുന്ന കൊഴുപ്പ് കണികകൾ, ഫാറ്റ് പതുക്കെ ഇവിടെ നിന്ന് താഴത്തെ കണികയിലേക്ക്, താഴത്തെ ഭാഗത്തേക്ക് മാറുകയും ചെയ്യുന്നു. ഇതുകൊണ്ട് എന്താ സംഭവിക്കുക? മുകളിലത്തെ ഭാഗത്ത് മസിലുകൾ അല്പം ശോഷിച്ച പോലെയും താഴെ കൂടുതൽ തടിപ്പും ഫീൽ ചെയ്യും. ഇതാണ് ഏറ്റവും കോമൺ ആയിട്ട് കണ്ണുകൾക്ക് താഴെ തടിപ്പ് വരുന്നത്. മാത്രമല്ല മറ്റു പലവിധ കണ്ടീഷൻസ് കൊണ്ട് നമുക്ക് കണ്ണിന് താഴെ തടിപ്പും, ഇതേപോലെ ചിലവർക്ക് ഇവിടെ കണ്ണിന് താഴെ വളരെ കട്ടിക്ക് വെള്ളം കെട്ടി കിടക്കുന്നത് പോലെ തടിപ്പ് കാണുന്ന ഒരവസ്ഥയും കണ്ടുവന്ന് വരാം. പ്രായം കൊണ്ടല്ലാതെ ചെറുപ്പക്കാരിലും ഇത് വളരെ കോമൺ ആയിട്ട് വരുന്നതിന് കാരണം ഒന്നാമത്തത് ഓവർ സ്ട്രെയിൻ ആണ്. അതായത് അമിതമായിട്ട് ജോലിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുക, രാത്രി ഉറക്കം വല്ലാണ്ട് കുറയുക. പലപ്പോഴും പരീക്ഷാ കാലത്തെല്ലാം തന്നെ നമ്മൾ വല്ലാണ്ട് ഉറക്കം ഒഴിഞ്ഞിരുന്ന് പഠിച്ചാലോ കണ്ണുകൾ ഒരുപാട് സ്ട്രെയിൻ ചെയ്താലോ അത് നമ്മുടെ കണ്ണിൻ്റെ താഴത്തെ ഭാഗത്ത് തടിപ്പ് വരുന്നതിനും കണ്ണ് കുഴിഞ്ഞു പോകുന്നതിനും കാരണമാകാറുണ്ട്. മാത്രമല്ല ശരീരത്തിൽ ഏതെങ്കിലും ഒരു സാഹചര്യങ്ങൾ കൊണ്ട് ഫ്ലൂയിഡ് റിട്ടൻഷൻ ഉണ്ടായത്, അതായത് ജലകണികൾ നമ്മുടെ കോശങ്ങൾക്കകത്ത് കൂടുതൽ അടിഞ്ഞു കൂടുന്ന ഒരു സാഹചര്യം വന്നാലും നമുക്കിത് വരാം. ചില മെറ്റബോളിക് രോഗങ്ങളോ അമിതവണ്ണമുള്ളവർക്കോ തൈറോയ്ഡ് പ്രശ്നമുള്ളവർക്കോ എല്ലാം കണ്ണിന് താഴെ ഫ്ലൂയിഡ് റിട്ടൻഷൻ വരാനുള്ള സാധ്യതയുണ്ട്. മാത്രമല്ല അമിതമായിട്ട് ഉപ്പ് ചേർന്ന ഭക്ഷണങ്ങൾ കൂടുതൽ കഴിച്ചാൽ, പ്രത്യേകിച്ച് രാത്രികളിലൊക്കെ ഈ ഉപ്പ് കൂടുതൽ കണ്ടന്റുള്ള, പ്രത്യേകിച്ച് ഫാസ്റ്റ് ഫുഡുകൾ, ഈ വറപൊരി സാധനങ്ങളൊക്കെ ടേസ്റ്റ് വരണമെന്നുണ്ടെങ്കിൽ അതിനകത്ത് ഉപ്പ് ധാരാളം ഉണ്ടാവും. ഉപ്പുള്ള ഫുഡ് കൂടുതൽ കഴിച്ചു കഴിഞ്ഞാൽ കണ്ണിൻ്റെ താഴെ തടിപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ഇതുകൂടാതെ ഒരുപക്ഷെ നമുക്ക് പാരമ്പര്യമായിട്ട് നമ്മുടെ അച്ഛനോ അമ്മയ്ക്കോ ഫാമിലിയിൽ കണ്ണിന് താഴെ തടിപ്പ് വരുന്ന ഒരു ടെൻഡൻസി ഉണ്ടെങ്കിൽ നമുക്കും ഒരു പ്രായമാകുമ്പോഴത്തേക്കും ഈ തടിപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. ചിലയിനം അലർജി രോഗങ്ങളും നമുക്ക് കണ്ണിന് താഴെ തടിപ്പ് വരുത്താറുണ്ട്. വിട്ടുമാറാതെ ജലദോഷം, തുമ്മല്, കണ്ണ് ചൊറിച്ചിൽ പ്രശ്നങ്ങളുണ്ടെങ്കിലോ നമുക്ക് കണ്ണിന് താഴെ തടിപ്പ് വരാം. എക്സിമ പോലെ ഡ്രൈ സ്കിൻ വന്നിട്ട് സ്കിന്നിന് ചൊറിഞ്ഞ് പൊളിഞ്ഞിളകുന്ന ടെൻഡൻസി ഉള്ളവർക്കും ഒരുപക്ഷെ കണ്ണിന് താഴെ തടിപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. കൂടാതെ നമുക്ക് സൺലൈറ്റ് അലർജി ഉണ്ടെങ്കിലും ഇതേ പ്രശ്നം അനുഭവപ്പെടാം. ചില ദുശീലങ്ങളും നമുക്ക് ഈ കണ്ണിന് താഴെ തടിപ്പ് വരുത്താറുണ്ട്. ഏറ്റവും കോമൺ ആയിട്ടുള്ളത് പുകവലി ശീലമാണ്. പതിവായിട്ട് പുകവലി ശീലമുള്ളവരുടെ കണ്ണ് നോക്കിയാൽ നിങ്ങൾക്കറിയാം കണ്ണിൻ്റെ താഴെ ഒരു സ്ഥിരമായിട്ട് ഒരു തടിപ്പ് വരുന്നത് കാണാം. ഇവിടെ ബാഗിലേക്ക് ഒരു സ്വെല്ലിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. അതേപോലെ തന്നെ മദ്യപാനം, പ്രത്യേകിച്ച് വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം മദ്യപിക്കുന്നവർക്ക് പിറ്റേ ദിവസം കണ്ണ് കണ്ടാൽ അറിയാമെന്ന് നമ്മൾ പറയാറില്ലേ, തലേ ദിവസം കുടിച്ചിട്ടുണ്ടോ എന്ന്. ഇതിൻ്റെ കാരണം കണ്ണിന് താഴെ ഈ ഫ്ലൂയിഡ് റിട്ടൻഷൻ വരുന്ന ഒരു സാഹചര്യം വരുന്നതാണ്. ഇത്തരത്തിൽ ദുശീലങ്ങളും ലൈഫ് സ്റ്റൈലിൻ്റെ പ്രശ്നങ്ങളും നമുക്ക് ഇത്തരത്തിൽ കണ്ണിന് താഴെ തടിപ്പ് വരാനുള്ള സാഹചര്യമുണ്ട്. ഇനി നമുക്ക് കണ്ണിന് ചുറ്റും വരുന്ന ഈ കറുപ്പ് നിറവും കണ്ണിൻ്റെ താഴത്തെ ഈ തടിപ്പും മാറാനായിട്ട് ചെയ്യാവുന്ന കാര്യങ്ങൾ എന്തെല്ലാമെന്ന് വിശദീകരിക്കാം. 2 രീതിക്ക് ഇത് മാറ്റാൻ സാധിക്കും. ഒന്ന്, നമുക്ക് കണ്ണിന് വേണ്ടി ചെയ്യുന്ന ചില സിമ്പിൾ ആയിട്ടുള്ള വ്യായാമങ്ങൾ. അത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് തന്നെ വീട്ടിൽ നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്തോ TV കാണുന്ന സമയത്തോ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. രണ്ടാമത്തത്, കണ്ണുകൾക്ക് വേണ്ടി നമുക്ക് വീട്ടിൽ ചെയ്യാവുന്ന ചില സിമ്പിൾ ടെക്നിക്കുകളുണ്ട്, ചില ഒറ്റമൂലികളെന്ന് നമുക്ക് പറയാൻ സാധിക്കും. ആദ്യം കണ്ണിന് വേണ്ടി ചെയ്യാവുന്ന വ്യായാമങ്ങൾ വിശദീകരിക്കാം. ഒന്ന്, കണ്ണിൻ്റെ എക്സസൈസ് തന്നെയാണ്. കണ്ണിൻ്റെ എക്സസൈസ് സാധാരണ ചെയ്യുന്ന സമയത്ത് കണ്ണിൻ്റെ മസിലുകളുടെ കോർഡിനേഷൻ നമ്മുടെ നെറ്റിയിലെ മസിലുകൾ കൂടിയാണ് ചെയ്യുന്നത്. എന്നാൽ നെറ്റിയിലെ മസിലുകളെ നമ്മളൊന്ന് അവയുടെ മൂവ്മെൻറ്റ് ഒന്ന് തടഞ്ഞുകൊണ്ട് കണ്ണിന് മാത്രമായിട്ട് വ്യായാമം ചെയ്താൽ കണ്ണിന് വളരെ എഫക്റ്റീവായിട്ട് നമുക്ക് ഈ വ്യായാമം ചെയ്യാൻ സാധിക്കും. എങ്ങനെയെന്ന് വിശദീകരിക്കാം. ആദ്യം തന്നെ നമ്മൾ വലത് കൈ നമ്മുടെ നെറ്റിയിൽ ഇങ്ങനെ ചേർത്ത് വയ്ക്കുക. ഇത് ചെയ്യുന്നത് നമ്മൾ കണ്ണിൻ്റെ വ്യായാമം ചെയ്യുമ്പോൾ നമ്മുടെ നെറ്റിയിലുള്ള മസിലുകൾ അനങ്ങാതിരിക്കാൻ വേണ്ടിയാണ്. ഇങ്ങനെ ചെയ്യുമ്പോൾ കണ്ണിനെ നമുക്ക് കൃത്യമായിട്ട് ആ വ്യായാമത്തിൻ്റെ എഫക്റ്റ് കിട്ടും. കൈ ഇങ്ങനെ ചേർത്ത് വച്ചതിന് ശേഷം നമ്മൾ കണ്ണ് മാത്രം പതിയെ മുകളിലേക്ക് നോക്കുക, താഴേക്ക് നോക്കുക, വീണ്ടും മുകളിലേക്ക് കണ്ണുകൾ കൊണ്ടുവരിക, അത് കഴിഞ്ഞ് താഴേക്ക് കൊണ്ടുവരിക. ഇതൊരു 10 തവണ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം ഇടതുവശത്തേക്ക് കണ്ണ് ചലിപ്പിക്കുക, അത് കഴിഞ്ഞ് വലതുവശത്തേക്ക് ചലിപ്പിക്കുക. ഈ വ്യായാമവും ഒരു 10 തവണ ചെയ്യുക. അതിനുശേഷം നമ്മൾ കൈ ഇങ്ങനെ വച്ചുകൊണ്ടും ചെയ്യാം, കൈ വയ്ക്കാതെയും ചെയ്യാം. കൈ വച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് കണ്ണിലെ മസിലുകൾക്ക് ആ വ്യായാമത്തിൻ്റെ എഫക്റ്റ് കിട്ടും.
പിന്നെ നമ്മൾ ഇങ്ങനെ ഒരു 10 തവണ വീതം ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ക്രമേണ ഇത് വർദ്ധിപ്പിക്കുക കേട്ടോ. നിങ്ങൾക്ക് 20-ഓ 30-ഓ തവണയായിട്ട് ഇത് വർദ്ധിപ്പിക്കാം. അതിനുശേഷം നിങ്ങൾ കണ്ണുകൾ റൊട്ടേറ്റ് ചെയ്യുക. ഒന്ന് ക്ലോക്ക് വൈസ് ആയിട്ട് റൊട്ടേറ്റ് ചെയ്യുക, ആൻറ്റി ക്ലോക്ക് വൈസ് ആയിട്ടും റൊട്ടേറ്റ് ചെയ്യുക. ഞാനിവിടെ കാണിക്കാം, ശ്രദ്ധിക്കുക. ഇങ്ങനെ നമുക്ക് കണ്ണ് ഒരു തവണ റൊട്ടേറ്റ് ചെയ്യാം, അത് കഴിഞ്ഞ് തിരിച്ച്. ഈ വ്യായാമവും നിങ്ങൾ പതിവായിട്ട് ആവർത്തിക്കാൻ ശ്രമിക്കുക. ചിലർക്ക് ഇത്തരത്തിൽ കൈ വച്ചുകൊണ്ട് നമ്മൾ കണ്ണിൻ്റെ എക്സസൈസ് ചെയ്യുമ്പോൾ കണ്ണ് വേദനയോ കഴപ്പോ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അത്തരക്കാർ കൈ മാറ്റി വെച്ചതിന് ശേഷം കണ്ണിൻ്റെ വ്യായാമങ്ങൾ നമ്മൾ വെറുതെ ഇങ്ങനെ ഇരുന്നതിന് ശേഷം കണ്ണുകൾ ഇരുവശത്തേക്കും മുകളിലേക്കും താഴേക്കും ചലിപ്പിക്കുക, ലാറ്ററൽ റൊട്ടേഷനും ചെയ്യാൻ ശ്രമിക്കുക. ഇനി രണ്ടാമത്തെ വ്യായാമം എന്ന് പറയുന്നത് നമ്മുടെ ഇരു ചൂണ്ടുവിരലുകളും നമ്മുടെ കണ്ണിന് ചുറ്റും ഇങ്ങനെ വെറുതെ വളരെ നൈസായിട്ട് നമ്മളിങ്ങനെ കൈകളിൽ വെച്ച് ഓടിക്കുക. ഇങ്ങനെ ഒരു 50 തവണ നമ്മൾ വിരലോടിക്കുക. വളരെ നൈസായിട്ട് ഇങ്ങനെ ഇത്തരത്തിൽ തിരിച്ചും നമ്മൾ ഇത്തരത്തിൽ വിരലോടിക്കുക. ഇതിൻ്റെ ഗുണം എന്തെന്ന് പറഞ്ഞാൽ നമ്മുടെ കണ്ണിൻ്റെ ഈ ഭാഗത്തുള്ള രക്തയോട്ടവും ലിംഫാറ്റിക് സർക്കുലേഷനും വർദ്ധിപ്പിക്കുന്നതിന്, അതായത് ഈ ഭാഗത്തേക്കുള്ള ഫ്ലൂയിഡ് സർക്കുലേഷൻ വർദ്ധിപ്പിക്കുന്നതിന് ഈ വ്യായാമം സഹായിക്കും. പക്ഷേ വളരെ നേർത്ത്, അതായത് നമ്മൾ പേരിന് ഒന്ന് ടച്ച് ചെയ്ത് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ. ഫോഴ്സ് കൊടുക്കരുത്, പ്രഷർ കൊടുക്കാതെ ചെയ്യുക. കാരണം നമ്മുടെ ശരീരഭാഗത്തുള്ള സ്കിന്നിനെ വെച്ചിട്ട് ഈ ഭാഗത്തുള്ള സ്കിന്ന് ഏകദേശം 4 ഇരട്ടിയോളം സോഫ്റ്റാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൈകൾ ഫോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുപക്ഷെ ഇവിടുത്തെ സ്കിന്നിന് ചുളിവുകൾ വരാനോ സ്കിന്നിന് ഇറിറ്റേഷൻസ് വരാനോ ചൊറിച്ചിൽ വരാനോ ഡ്രൈനസ് ആകാനോ ഉള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ ലൈറ്റായിട്ട് നിങ്ങൾ കൈ ഇങ്ങനെ വെറുതെ ഓടിച്ചാൽ മാത്രം മതിയാകും. അങ്ങനെ ഒരു 50 തവണ മുന്നിലേക്കും 50 തവണ പുറകിലേക്കും ചെയ്യാവുന്നതാണ്. ഇത് ഈ ഭാഗത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള ആ ഒരു ഫ്ലൂയിഡ് റിട്ടൻഷൻ കുറയുന്നതിനും തടിപ്പ് കുറയുന്നതിനും ഇവിടുത്തെ മസിലുകളുടെ ടോൺ മെച്ചപ്പെടുത്തുന്നതിനും വളരെയധികം സഹായിക്കും. ഇനി ഈ വ്യായാമം തന്നെ മറ്റൊരു തരത്തിൽ ചെയ്യാം. നിങ്ങൾക്ക് വളരെ ലൈറ്റായിട്ട് ഇങ്ങനെ വിരലുകൾ കൊണ്ട് ടാപ്പ് ചെയ്യാം. ഈ ഭാഗത്ത് ഇങ്ങനെ ടാപ്പ് ചെയ്യാം. ഇത് നിങ്ങൾക്ക് വീട്ടിൽ തന്നെ സിമ്പിളായിട്ട് ഇരിക്കുന്ന സമയത്ത് ചെയ്യാവുന്നതാണ്. ഇങ്ങനെ ടാപ്പ് ചെയ്യുന്നത് നമുക്ക് ഈ ഭാഗത്തുള്ള സർക്കുലേഷൻ വർദ്ധിപ്പിക്കാനായിട്ട് സഹായിക്കും. ഇങ്ങനെ 50 തവണ മുന്നിലേക്കും 50 തവണ പുറകിലേക്കും നിങ്ങൾ ഈ വ്യായാമം ചെയ്യുക. ഇനി അടുത്ത വ്യായാമം, അവസാനത്തെ വ്യായാമം എന്ന് പറയുന്നത് നിങ്ങൾ ഇരുവിരലുകൾ നിങ്ങളുടെ കണ്ണിൻ്റെ ഇരുവശത്തേക്ക് നമ്മൾ പ്രഷറൈസ് ചെയ്ത് പിടിക്കുക. ഇങ്ങനെ ചേർത്ത് വെച്ചതിന് ശേഷം കണ്ണ് തുറന്ന് പിടിക്കുക. കണ്ണ് തുറന്ന് പിടിക്കുമ്പോൾ നമുക്ക് കൈവിരലുകളിൽ തന്നെ കണ്ണിൻ്റെ മസിലുകൾ മൂവ് ചെയ്യുന്നത് ഫീൽ ചെയ്യും. അതിനുശേഷം നിങ്ങൾ കണ്ണുകൾ പകുതി മാത്രം അടയ്ക്കാനായിട്ട് ശ്രമിക്കുക. പകുതി മാത്രം ചേർത്ത് അടച്ചു പിടിക്കുക. ഇങ്ങനെ ചേർത്ത് അടച്ചു പിടിച്ച് ഒരു 10 സെക്കൻഡ് ഹോൾഡ് ചെയ്യുക, വീണ്ടും തുറക്കുക, വീണ്ടും 10 സെക്കൻഡ് അടച്ച് ഇങ്ങനെ ഒരു പകുതി മാത്രം ക്ലോസ് ചെയ്ത് അടച്ചു പിടിച്ച് ഹോൾഡ് ചെയ്യുക, തുറക്കുക. ഇത് കണ്ണിൻ്റെ ഉൾവശത്തെ മസിലുകൾക്കും കൺപീലിയുടെ മസിലുകൾക്കും ഒരേപോലെ വ്യായാമമാണ്. ഇത് നിങ്ങൾക്ക് 10-ഓ 15-ഓ തവണ ദിവസവും ഒരു തവണ ആവർത്തിക്കാവുന്നതാണ്. ഈ വ്യായാമങ്ങൾ പതിവായിട്ട് ചെയ്തു കഴിഞ്ഞാൽ ഇത് ചെറുപ്പക്കാരിലാണെങ്കിലും അത്യാവശ്യം പ്രായം ചെന്നിട്ട് നമുക്ക് കണ്ണിൻ്റെ ഭാഗത്ത് വരുന്ന തടിപ്പാണെങ്കിലും കുറയുന്നതിന് വളരെയധികം ഫലപ്രദമാണ്. ഇനി വീട്ടിൽ തന്നെ ഈ കൺപീലിയുടെ കറുപ്പും തടിപ്പും മാറുന്നതിന് ചെയ്യാൻ പറ്റുന്ന ചില സിമ്പിൾ ഒറ്റമൂലികൾ വിശദീകരിക്കാം. ഒന്നാമത്തത് നമ്മുടെ ടീ ബാഗാണ്. നിങ്ങൾക്കറിയാം, പലപ്പോഴും നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ടീ ബാഗുകൾ നിങ്ങൾ കണ്ണിൻ്റെ മുകളിൽ തന്നെ വച്ചിട്ട് കുറച്ച് സമയം റെസ്റ്റ് ചെയ്യുന്നത് കണ്ണിൻ്റെ ഭാഗത്തൊരു ഫ്രഷ്നെസ് കിട്ടുന്നതിനും ആ ഭാഗത്ത് ഈ ഇൻഫ്ലമേഷൻ കുറയുന്നതിനും സഹായിക്കുമെന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ട്. അതുതന്നെയാണ് കഫീൻ കണ്ടൻറ്റുള്ള ടീ ബാഗുകൾ. അതിന് ഏറ്റവും നല്ലത് ഈ കഫീൻ അടങ്ങിയിട്ടുള്ളത് ഗ്രീൻ ടീയിലാണ്. ഗ്രീൻ ടീ ബാഗുകൾ നിങ്ങൾ വാങ്ങിയതിന് ശേഷം നിങ്ങൾ ഒരു തവണ സാധാരണ ഒരു ചായ ഉണ്ടാക്കാനായിട്ട് വെള്ളം തിളപ്പിച്ചതിന് ശേഷം അതിനകത്തൊരു 20 സെക്കൻഡോ 30 സെക്കൻഡോ ഗ്രീൻ ടീ ഒന്ന് മുക്കാറുള്ളൂ. അത് കഴിഞ്ഞ് എടുത്തതിന് ശേഷം അതിൻ്റെ വെള്ളം വാർന്നു പോയതിനു ശേഷം നിങ്ങളത് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുക. ഒരു 15 മിനിറ്റ് നിങ്ങൾ ഫ്രിഡ്ജിൽ സൂക്ഷിച്ചതിന് ശേഷം 2 ടീ ബാഗ് എടുത്ത് കണ്ണടച്ച് പിടിച്ച് നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, വീട്ടിലിരിക്കുന്ന സമയത്തോ ജോലി കഴിഞ്ഞിട്ട് നിങ്ങൾ റെസ്റ്റ് ചെയ്യുന്ന സമയത്തോ നിങ്ങൾ എന്തെങ്കിലും ഇഷ്ടമുള്ള പാട്ടുകൾ കേട്ടുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കേട്ടുകൊണ്ട് നിങ്ങൾ കണ്ണടച്ച് കണ്ണിൻ്റെ മുകളിൽ നിങ്ങൾ ടീ ബാഗ് വയ്ക്കുക. 2 ഗുണമുണ്ട്. ഒന്ന്, ഈ ടീ ബാഗിനകത്ത് അടങ്ങിയിട്ടുള്ള കഫീൻ നമ്മുടെ ഈ കണ്ണിൻ്റെ ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും നീർക്കെട്ട് കുറയ്ക്കാനും രക്തക്കുഴലുകൾ ഒന്ന് ചുരുങ്ങാനും സഹായിക്കും. ആ ഭാഗത്തുള്ള മസിലുകൾ ടൈറ്റ് ചെയ്യാനും സഹായിക്കും. രണ്ടാമത്തത്, ഈ ചായപ്പൊടിക്കകത്തുള്ള കാറ്റക്കിൻസ് എന്ന് പറയുന്ന ആൻറ്റി ഓക്സിഡൻസും ഈ ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാൻ സഹായിക്കും. അതുകൊണ്ട് പതിവായിട്ട് നിങ്ങളിങ്ങനെ കണ്ണിൻ്റെ മുകളിൽ ഒരു 20 മിനിറ്റ് മുതൽ 30 മിനിറ്റ് വരെ, അരമണിക്കൂർ വരെ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾക്കിത് വച്ചിക്കാവുന്നതാണ്. നിങ്ങൾ ഫ്രിഡ്ജിൽ
ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുപ്പിച്ചിട്ട് വയ്ക്കാൻ പറയുന്നത് നിങ്ങൾക്കൊരു കൂൾ എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇനി രണ്ടാമത്തെ മാർഗം എന്ന് പറയുന്നത് കോൾഡ് കംപ്രഷനാണ്. അതായത് അല്പം തണുത്ത എന്തെങ്കിലും വസ്തുക്കൾ ഉപയോഗിച്ച് നിങ്ങൾ കണ്ണിൻ്റെ മുകളിൽ ഒന്ന് പ്രസ് ചെയ്ത് നിങ്ങളൊരു 10 മിനിറ്റ് വയ്ക്കാൻ ശ്രമിക്കുക. ഇത് നിങ്ങൾക്ക് കണ്ണുകൾക്ക് ഒരു ആശ്വാസം, ഒരു കൂൾ എഫക്റ്റ് കിട്ടുന്നതിനും ഈ ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻ കുറയാനും സഹായിക്കും. അതിന് ഏറ്റവും നല്ലത് നിങ്ങളൊരു സാധാ ടീസ്പൂണില്ലേ, ടീസ്പൂണ് നിങ്ങൾ ഫ്രിഡ്ജിൻ്റെ താഴത്തെ തട്ടിലോ ഉള്ളിലോ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം അത് കണ്ണിൻ്റെ മുകളിലേക്ക് ഒന്ന് ചേർത്ത് വയ്ക്കുക. നിങ്ങളൊരു 10 മിനിറ്റ് വെച്ച് കഴിഞ്ഞ് അതിൻ്റെ തണുപ്പ് മാറിയിട്ട് വീണ്ടും നിങ്ങൾ കുറച്ച് നേരം കൂടെ ഫ്രീസറിൽ അല്ലെങ്കിൽ തണുപ്പത്ത് വെച്ചതിന് ശേഷം എടുത്ത് കണ്ണിൽ വയ്ക്കുക. ഇത് കണ്ണിന് നല്ലൊരു കൂൾ ഫീലിംഗ് കിട്ടുന്നതിനും ഇവിടുത്തെ ഇൻഫ്ലമേഷൻ കുറയുന്നതിനും സഹായിക്കും. ഇത് തന്നെ നിങ്ങൾക്ക് ഒരു ടവൽ, തുണി മുക്കി പിഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് അത് കണ്ണിൻ്റെ മുകളിൽ വയ്ക്കുന്നത് നല്ലതാണ്. അല്ലെങ്കിൽ പഞ്ഞിയില്ലേ, പഞ്ഞി നിങ്ങൾ അല്പം തണുത്ത പാലിൽ, ഫ്രിഡ്ജിൽ വെച്ചിരുന്ന തണുത്ത പാലിനകത്ത് മുക്കി പിഴിഞ്ഞതിന് ശേഷം കണ്ണിൻ്റെ മുകളിൽ പൊട്ടിച്ചു വയ്ക്കുക. അതും ഇൻഫ്ലമേഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും. അതല്ലെങ്കിൽ നിങ്ങൾ വെള്ളരിക്ക, സാലഡ് വെള്ളരിക്ക ഫ്രഷ് ആയിട്ടുള്ളത് ഫ്രിഡ്ജിൽ വെച്ച് ഒന്ന് തണുത്തതിന് ശേഷം അത് ചെറുതായിട്ട് കട്ട് ചെയ്ത് കണ്ണിൽ വയ്ക്കുക. ഒരേപോലെ തന്നെ അത് കണ്ണിന് ഇൻഫ്ലമേഷൻ കുറയ്ക്കും, സ്മൂത്ത്നെസ് കൂടുതൽ കിട്ടാൻ നല്ലതാണ്, കറുപ്പ് നിറം മാറാൻ നല്ലതാണ്, തടിപ്പ് മാറാനും നല്ലതാണ്. ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ നിങ്ങൾക്ക് ഒരു വെള്ളരിയുടെ ഒരു തണ്ട് നിങ്ങൾക്ക് കണ്ണിൽ വയ്ക്കാം. ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് അത് മാറ്റിയിട്ട് അടുത്ത പീസ് വയ്ക്കുക. ഇങ്ങനെ അരമണിക്കൂർ തുടർച്ചയായിട്ട് ഇത് വയ്ക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഇത് വയ്ക്കാം. അല്ലാന്നുണ്ടെങ്കിൽ വീട്ടിലുള്ള മറ്റെന്തെങ്കിലും വെജിറ്റബിൾസ്, ക്യാരറ്റ് ഒക്കെ നല്ലതാണ്. ക്യാരറ്റിനകത്ത് റെറ്റിനോൾ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ എയുടെ ഒരു പ്രീകഴ്സറാണ് ക്യാരറ്റിനകത്തുള്ള റെറ്റിനോൾ. ഇത് നിങ്ങൾ കണ്ണിനകത്ത് വയ്ക്കുന്ന സമയത്ത് ഈ വൈറ്റമിൻ എയുടെ പ്രീകഴ്സറിന്, റെറ്റിനോളിന് ഈ ഭാഗത്തുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനുള്ള കഴിവുണ്ട്, നീര് പെട്ടെന്ന് വലിച്ചു കളയാനുള്ള കഴിവുണ്ട്. അതുകൊണ്ടാണ് ക്യാരറ്റ് നിങ്ങൾ മുറിച്ചതിന് ശേഷം ഫ്രിഡ്ജിൽ വെച്ചിരുന്ന ഒരു 15 മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം എടുത്ത് കണ്ണിൻ്റെ മുകളിൽ വയ്ക്കുന്നത് നല്ലതാണ്. അതേപോലെ നിങ്ങൾക്ക് സൈനസ് ഇൻഫെക്ഷനോ കണ്ണ് ചൊറിച്ചിലോ കണ്ണ് അലർജിയോ ഉണ്ടെങ്കിൽ നിങ്ങളൊരു ഡോക്ടറെ കണ്ട് അതിൻ്റെ മരുന്നുകൾ കഴിക്കുക. അതോടൊപ്പം നിങ്ങൾ 2 ഗ്ലാസ് വെള്ളത്തിൽ 1 ടീസ്പൂൺ മഞ്ഞളിൻ്റെ പൊടി ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് ആവി പിടിക്കുന്നത് നല്ലതാണ്. ഇത് നിങ്ങൾക്ക് കണ്ണിൻ്റെ പുറകുവശത്തുള്ള നീർക്കെട്ട് മാറുന്നതിനും ഇൻഫ്ലമേഷൻ, പ്രത്യേകിച്ച് സൈനസിനകത്ത് അടിഞ്ഞുകൂടിയിട്ടുള്ള കഫം ഇളകിപ്പോകുന്നതിന് സഹായിക്കും. ഇത് നിങ്ങൾക്ക് മഞ്ഞളിട്ട് ആവി പിടിക്കാം. ഇല്ലെങ്കിൽ നമുക്ക് ഈ പനിക്കൂർക്കയുടെ ഇലയോ അല്ലെങ്കിൽ തുളസിയുടെ ഇലയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 സ്പൂൺ ഉപ്പ് വെള്ളത്തിലിട്ടിട്ട് നിങ്ങൾക്ക് ആവി പിടിക്കുന്നത് നല്ലതാണ്. ഇതെല്ലാം ഈ മുഖത്ത്, പ്രത്യേകിച്ച് ഈ ഭാഗത്തുള്ള നീർക്കെട്ട് കുറയ്ക്കുന്നതിനും കണ്ണിൻ്റെ തടിപ്പ് കുറയുന്നതിനും സഹായിക്കും. അതേപോലെ തന്നെ നിങ്ങൾക്ക് മദ്യപാന ശീലമോ പുകവലി ശീലമോ ഉണ്ടെങ്കിൽ, കണ്ണിന് തടിപ്പ് വരുന്നുണ്ടെങ്കിൽ പുകവലി ശീലം ഒഴിവാക്കണം. മദ്യപാനം കഴിയുന്നത്ര വൈകുന്നേരം ഒരു 6 മണിക്ക് ശേഷം കഴിക്കാതിരിക്കുക. എങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം മുതൽ കണ്ണിനുണ്ടാകുന്ന തടിപ്പ് ക്രമേണ കുറഞ്ഞു വരുന്നത് ഫീൽ ചെയ്യാൻ സാധിക്കും. അതേപോലെ തന്നെ ധാരാളം വെള്ളം കുടിക്കുക, ഹൈഡ്രേറ്റ് ചെയ്ത് നിർത്തുക എന്ന് പറയുന്നത് കണ്ണിൻ്റെ താഴെയുള്ള തടിപ്പ് മാറുന്നതിന് വളരെ ഫലപ്രദമാണ്. അതേപോലെ കണ്ണിൻ്റെ ഭാഗത്തുള്ള മസിലുകളുടെ ടോൺ മെച്ചപ്പെടുത്തുന്നതിന് കൊളാജൻ കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ കൂടുതൽ കഴിക്കുക. കൊളാജൻ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിനകത്ത് ഉണ്ടാക്കപ്പെടുന്ന ഒരു പ്രോട്ടീനാണ്. പ്രോട്ടീൻ, കൊളാജൻ നമ്മുടെ ശരീരത്തിൽ നിർമ്മിക്കപ്പെടണമെന്നുണ്ട്. കൊളാജനും ഇലാസ്റ്റിനും ഉണ്ട്. ഇത് രണ്ടും നിർമ്മിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ കൊളാജൻ കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ, പ്രോട്ടീനുകൾ, മീന്, ഇറച്ചി, മുട്ട എന്നിവ ധാരാളം കഴിക്കുക. പ്രത്യേകിച്ച് മത്സ്യവും ചിക്കനും കഴിക്കുന്നത് നല്ലതാണ്. പനീർ, അതേപോലെ തൈര്, മോര് എന്നിവ കൂടുതൽ കഴിക്കുന്നത്, ഇവയ്ക്കകത്തെല്ലാം തന്നെ വളരെ എഫക്റ്റീവായിട്ടുള്ള പ്രോട്ടീൻ ഘടകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഇവ കഴിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ നിങ്ങൾ വൈറ്റമിൻ സി കണ്ടന്റുള്ള ഭക്ഷണങ്ങൾ കൂടി ഉൾപ്പെടുത്തണം. കാരണം നമ്മുടെ ശരീരത്തിനകത്ത് പ്രോട്ടീനുകൾ ചെന്ന് കൊളാജൻ നിർമ്മിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ വൈറ്റമിൻ സി അത്യാവശ്യമാണ്. വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള നാരങ്ങ, ഇപ്പോൾ നിങ്ങൾ മീനെല്ലാം കഴിക്കുന്ന സമയത്തോ ഇറച്ചി കഴിക്കുന്ന സമയത്തോ അതിനകത്ത് നാരങ്ങ പിഴിഞ്ഞൊഴിച്ച് കഴിക്കാറില്ലേ? ഈ കോമ്പിനേഷന് നമ്മുടെ ശരീരത്തിൽ ഈ കൊളാജൻ നിർമ്മിക്കുന്നതിന് കഴിവുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഈ കോമ്പിനേഷൻ ഉണ്ടാക്കിയിട്ട്, അതായത് വൈറ്റമിൻ സിയോടൊപ്പം, അല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിച്ചതിന് ശേഷം പയറോ കടലയോ എല്ലാം കഴിച്ചതിന് ശേഷം നിങ്ങൾ നാരങ്ങ വെള്ളമോ അല്ലെങ്കിൽ ഓറഞ്ച് ജ്യൂസോ കഴിക്കുന്നത് നല്ലതാണ്. അതല്ലെങ്കിൽ പേരയ്ക്ക, ബ്രോക്കോളി പോലുള്ള ഭക്ഷണങ്ങൾ നിങ്ങൾ കൂടുതൽ ഉൾപ്പെടുത്തുക. ഇവയ്ക്കകത്തെല്ലാം ഉണ്ട്. അതല്ലെങ്കിൽ ദിവസവും ഒരു മാതളം കഴിക്കുന്നത് നല്ലതാണ്. അതിനകത്ത് വളരെ ഉയർന്ന അളവിൽ വൈറ്റമിൻ സി അടങ്ങിയിട്ടുണ്ട്. ഇത്തരത്തിൽ ഭക്ഷണത്തിലുള്ള ഒരു നല്ല മാറ്റത്തിലൂടെ നമുക്ക് കണ്ണിൻ്റെ ഭാഗത്തുള്ള ആരോഗ്യം നിലനിർത്താം. പലപ്പോഴും കണ്ണിൻ്റെ ഭാഗത്ത് ഇത്തരത്തിൽ ഒരു കറുപ്പ് നിറവും തടിപ്പും വരുമ്പോൾ ഇത് പ്രായത്തിൻ്റെതാണ്, ഇനി മാറ്റാൻ പറ്റില്ല എന്ന് വിശ്വസിക്കുന്നവർക്ക് ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ ഉപകാരപ്പെടും. കാരണം ഇന്ന് അമിതമായിട്ടുള്ള വർക്ക് സ്ട്രെയിനും പരീക്ഷ സ്ട്രെയിനും വർക്ക് ലോഡും ജോലിഭാരവും എല്ലാം കൊണ്ട് പലപ്പോഴും കണ്ണിൻ്റെ ഭാഗത്ത് ഇത്തരത്തിൽ പ്രകടമായിട്ടുള്ളൊരു മാറ്റം വരുന്നവർക്ക്, അത് ഒരുപക്ഷെ ദുബായിൽ ജോലി ചെയ്യുന്ന ആൾക്കാർക്കോ IT ജോലി ചെയ്യുന്ന പ്രൊഫഷണൽസിനോ ഒരുപാട് പരീക്ഷയ്ക്ക് പഠിക്കുന്ന കുട്ടികൾക്കാണെങ്കിൽ പോലും കണ്ണിൻ്റെ ഭാഗത്ത് വരുന്ന ഈ മാറ്റങ്ങൾ ഞാൻ ഈ പറഞ്ഞ സിമ്പിൾ മാർഗങ്ങളിലൂടെ, വ്യായാമം പ്ലസ് ഈ പറഞ്ഞ സിമ്പിൾ ഒറ്റമൂലികളിലൂടെ അവർക്ക് മാറ്റിയെടുക്കാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഞാൻ ഈ പറഞ്ഞ ഇൻഫർമേഷൻ നിങ്ങൾ എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക. കാരണം കണ്ണുകളുടെ ആരോഗ്യവും ചെറുപ്പവും
ചെറുപ്പവും നിലനിർത്തുന്നത് നമ്മുടെ ആരോഗ്യവും നമ്മുടെ ഉന്മേഷവും നമ്മുടെ ആത്മവിശ്വാസവും വർദ്ധിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു കാര്യമാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടാം. ബൈ.